ഹായ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടാലോ. നമ്മൾ കുറേ ആയില്ലേ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടുന്ന അളവിലേക്ക് വേണ്ടിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ മോൾക്ക് 11 വയസ്സുള്ള എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ യോക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 12.5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ. സ്കേർട്ട് പോർഷനിൽ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ 27 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ട് 27 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം ഒരു 39 ഇഞ്ച് ലെങ്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഫുൾ ലെങ്ത് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. 39 ഇഞ്ച് ലെങ്ത്ത്. ഇതിൽ നമുക്ക് എത്ര തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ലെങ്ത്ത് കുറച്ചോ കൂട്ടിയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഈ യോക്ക് ലെങ്ത്ത് എപ്പോഴും വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ മുകളിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് താഴെ ഇറങ്ങി പോവുകയും വേണ്ട, ഒരുപാട് കയറിയും പോകണ്ട. അപ്പം ഇതിലേക്ക് ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ആ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് വേണം കേട്ടോ. വീണ്ടും 6.5 ഇഞ്ച് ഞാൻ താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യോക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമുക്ക് മറ്റേ സിബിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെസ്റ്റ് പോർഷൻ ഇനി ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ചെസ്റ്റ് പോർഷൻ ഒരു 16 ഇഞ്ച് വരുന്ന രീതിയിൽ 8 ഇഞ്ച് വൺ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴോട്ട് കുറച്ചുകൂടെ ഇറങ്ങുമ്പോഴത്തേനും ഒരു 7.5 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. 7-7.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 15 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് പോർഷൻ വേസ്റ്റ് പോർഷൻ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ആം ഹോൾ റൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ, ഈ മീൻസ് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോള് നമുക്ക് താഴത്തോട്ട് ഇറങ്ങി കിട്ടുന്നുണ്ടോ, കറക്റ്റ് പോർഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി ഞാനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതിൽ ഞാൻ ഈ ചെയ്യുന്നൊക്കെ വീഡിയോ കണ്ടിട്ടായിരിക്കും കേട്ടോ ഇരുന്ന് ചെയ്യുന്നത്. അതായത് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, എനിക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതാരും ശ്രദ്ധിക്കേണ്ട, മെഷർമെൻറ്റിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇനി നെക്കിൻ്റെ വൈഡ് ഞാനൊരു 3.25 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 3.25 ഇഞ്ച് നെക്കിൻ്റെ വൈഡ് എടുക്കുന്നുണ്ട്. ശേഷം താഴോട്ട് വരുമ്പോഴത്തേനും ഒരു 5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ ഒരു 1/2 ഇഞ്ച് ഞാൻ മുകളിൽ കയറ്റി അടിക്കുന്നുണ്ട് കേട്ടോ. ആ സ്വീറ്റ് ഹാർട്ട് ആയതുകൊണ്ട് തന്നെ ഡീപ്പ് കുറച്ച് കൂടിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത് എത്ര 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെങ്കിലും ഒരു 5.5 ഇഞ്ചിലോട്ട് ആ നെക്കിൻ്റെ ഡീപ്പ് പോയിട്ടുണ്ടായിരുന്നു. മുകളിൽ കർവ് ചെയ്ത് വരുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. 5 ഇഞ്ച് തന്നെ മതിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 ഇഞ്ച് ഞാൻ ബാക്കിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കേട്ടോ. ഇനി നമുക്ക് സീം അലവൻസ് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, സീം അലവൻസ് ഒന്നും കട്ട് ചെയ്ത് പോകരുതേ. ആ ബിഗിനേഴ്സിൻ്റെ ടൈമിൽ ബിഗിനർ ആയിരുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ചുറ്റും എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു. ഇനി ഇതേ ബാക്ക് പോർഷൻ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്യുക. ഇനി ആ ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം അത് നിവർത്തി വയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഏകദേശം നമുക്കൊരു രൂപം കിട്ടും. അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കൂടെ സീം അലവൻസ് എല്ലാം പോയി കഴിയുമ്പം നമുക്ക് നമ്മുടെ കുട്ടിയല്ലേ, അപ്പം വലുപ്പം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് അറിയാൻ പറ്റും കേട്ടോ. അപ്പം അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്കേർട്ട് പോർഷൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 ഇഞ്ച് വീതി വിട്ത് വരുന്ന പീസാണ് കേട്ടോ. പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു 15 ഇഞ്ച് ഒരു 30 ഇഞ്ച് നീളം വരുന്ന ഒരു പീസാണ്. അത് 30 ഇഞ്ചിൽ കൂടുതൽ വേണം. കാര്യം നമ്മുടെ ചെസ്റ്റ് പോർഷൻ തന്നെ 15 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൽ സീം അലവൻസ് കൂടെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണമല്ലോ. അപ്പം 15 ഒരു 18-20 ഇഞ്ച് നീളം വരുന്ന ഒരു മെറ്റീരിയൽ ആയാലും കുഴപ്പമൊന്നുമില്ല. 8 ഇഞ്ച് 2 സൈഡിൽ വീതി വേണം കേട്ടോ. എന്നിട്ട് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുക. ശേഷം അത് നമുക്ക് ഇതുപോലെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് സെൻട്രൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്കതൊരു ബോ ഷേപ്പിലോട്ട് ആക്കി കൊടുക്കാവുന്നതാണ്. ബോ ഷേപ്പിലോട്ട് ഒന്ന് തുന്നി സെക്യൂർ ചെയ്ത് എടുത്തതിന് ശേഷം ചെറിയൊരു ലൂപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ ഞാനിപ്പോൾ ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ ബോയ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ബോയുടെ ആ തുന്നിയ വശം ഉണ്ടല്ലോ, അതിൻ്റെ വൃത്തികേടൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ ചെയ്യുന്നത്. മറ്റേത് ബോ എന്താണെങ്കിലും സെക്യൂർ ആണ്. പക്ഷേ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൂപ്പിലേക്ക് ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ
സെറ്റ് ചെയ്ത് അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇനി അതവിടെ ചിലർ അത് തുന്നി കൊടുക്കാറുണ്ട്, പക്ഷെ ഞാൻ തുന്നുന്നൊന്നുമില്ല, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള സീം അലവൻസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം അവിടെ എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ലൂസ് അവിടെ വരുമല്ലോ, ഒരു ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ ഒരു ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഇതങ്ങ് ഈ സീം അലവൻസ് അങ്ങ് മറിച്ച് ഉള്ളിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം അതവിടെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, ഇനി അതവിടെ നമുക്ക് പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താ പറയണേ, സൂചി നൂലുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പക്ഷേ ആ സീം അലവൻസ് അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. പിന്നെ ഇനി ഈ ബോ നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചെസ്റ്റ് പോർഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ വേണ്ടത്, നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പൊന്നും കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അത്രയും പീസ് ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മുടെ ബോയുടെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ അങ്ങ് വെക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ചായച്ചും ചരിച്ചും ഒക്കെ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നമ്മുടെ മനോഹിതം പോലെ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഡിസൈനിങ് കാര്യങ്ങളും ഒന്നും എവിടെയും എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇതെല്ലാം നമ്മുടെ മനോഹിതം പോലെ, നമ്മുടെ ആർട്ട് വർക്കുകളെല്ലാം ഓരോരുത്തരുടെ മനോഹിതം പോലെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മുടെ മനോഹിതം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. പലരും മനോഹിതം പോലെ ചെയ്ത് വെക്കുന്നതാണ് ഓരോ മോഡലൊക്കെ ആയിട്ട് വെളിയിൽ വരുന്നത്. അപ്പം നമ്മുടെ കലാവാസന എല്ലാം ഇതിൽ നമുക്ക് വെളിയിലെടുക്കാവുന്നതാണ്. ഇതിലേക്ക് എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്യാം, പല രീതിയിൽ വേണേലും. ഇനിയിപ്പോൾ ആ ബോയിൽ ഒരു വള്ളിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ വെക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ തുണിയുടെ ഷോർട്ടേജ് ഉണ്ട്, പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ. ഇനി അത് ആ ബോയുടെ ഒരു പാർട്ട് ആം ഹോളിലേക്കും കൂടെ വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കയറ്റി വെച്ചിരിക്കുന്ന. ആ ആം ഹോളിൻ്റെ ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള നെക്ക് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് ഹാർട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആ നെക്കെല്ലാം കവർ ചെയ്ത് രണ്ട് സൈഡിലും ഒരു ഭാഗത്തേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് ഇപ്പറേ ഭാഗത്തേക്ക് അത്രയും ഈക്വലായിട്ടുള്ള പോർഷൻ തന്നെ കയറി വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെ കിട്ടുന്നതായിരിക്കും, നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഷോൾഡറിൻ്റെ മോൾ വശം ഞാൻ ജോയിൻറ്റിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തെടുക്കുന്നില്ല. രണ്ട് ആം ഹോള് നെക്കിൻ്റെ പോർഷൻ ഇപ്പം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ പോർഷൻ അതേ മെത്തേഡ് അതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സീം അലവൻസ് എക്സ്ട്രാ നിൽക്കുന്ന എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എല്ലായിടത്തും ഒന്ന് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആം റൗണ്ടിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും എല്ലാം ആ കോർണറിൻ്റെ പോർഷനിലൊക്കെ വൃത്തിയായിട്ട് തന്നെ നോച്ചിട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്കത് മറിച്ചെടുക്കുമ്പോൾ വൃത്തിയായിട്ട് വരത്തുള്ളൂ. ഓക്കെ, കുട്ടികൾക്കൊക്കെ മാക്സിമം ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്, അതിൽ എളുപ്പവും. ഇനി നമുക്കതെല്ലാം ഒന്ന് മറിച്ച് തിരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അത് തുന്നിയൊന്നും വെക്കാതെ തന്നെ ആ ചെസ്റ്റ് പോർഷനിൽ സെറ്റായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ യോക്ക് പോർഷൻ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ടും കുറച്ച് എന്താ പറയുക കോൺട്രാസ്റ്റ് കളറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് അല്ല, അതിൻ്റെ ആ ഫ്ലവർ വരുന്ന പോർഷൻ ഒന്ന് ചേർത്തങ്ങ് വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതൊന്ന് പതിച്ച് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് വേണമെങ്കിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ പതിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. വൈറ്റ് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതെല്ലാം പതിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ള ലൈനിങ് മുകളിൽ വെച്ച് അതേ ഗൈഡൻസിൽ അങ്ങ് അടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അത് അടിച്ചെടുത്തതിന് ശേഷം സീം അലവൻസ് എല്ലാം കട്ട് ചെയ്ത് ഫുള്ളായിട്ട് നോച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ പാർട്ട് ഉള്ളിലോട്ട് ഇതുപോലെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ കയറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സെറ്റായിട്ട് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ആ ഷോൾഡർ സ്ലോപ്പ് അതുപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് വരുമ്പോൾ ഷോൾഡറിലേക്ക് അങ്ങ് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ,
അതെല്ലാം നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യോക്ക് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ചെറിയൊരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കൺസീൽഡ് സിബ്ബാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സിബ്ബെല്ലാം വൃത്തിയായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് ഫുള്ള് എല്ലാ ഭാഗവും ഞാനൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ കേട്ടോ, ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് ഓൾ റൗണ്ട് ഒന്ന് അടിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി സെൻറ്റർ പോർഷൻ നമുക്ക് ഇതുപോലെ സെൻറ്റർ പോർഷൻ എപ്പോഴും കട്ട് ചെയ്യുമ്പം മടക്ക് നോക്കി കട്ട് ചെയ്യാതെ ലെവലാണോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം സിംഗിൾ പ്രഷർ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, വൺ സൈഡ് നമ്മുടെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അത് സിബൊന്ന് അഴിച്ച് നോക്കിയിട്ട് ലെവലാണോ എന്നുള്ളത് നോക്കിയിട്ട് ഇതിന് ശേഷം ഇപ്പറ വരും. ഞാൻ എപ്പോഴും സിംഗിൾ പ്രഷറിൽ ഒറ്റ സൈഡിലെ പ്രഷർ കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് പ്രഷർ കൊണ്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് വേറെ പ്രഷറൊന്നും ആവശ്യം വരാറില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടാറുമുണ്ട് കേട്ടോ. ഇപ്പോൾ മോളായത് തീരെ ചെറിയ കുട്ടിയല്ലാത്തതുകൊണ്ട് ഞാൻ കൺസീൽഡ് ആയിട്ടല്ല കേട്ടോ. അതായത് നമുക്ക് സിബൊക്കെ ഹൈഡ് ചെയ്ത് കൊടുക്കാവുന്നൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡിലല്ല, ഞാൻ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ആ ക്ലോത്തിൽ എത്ര പ്ലീറ്റ്സ് കിട്ടും എന്നുള്ളതൊക്കെ ഈ 15 ഇഞ്ച് പ്ലീറ്റ് ഉള്ളിൽ വരുന്നു, 15 ഇഞ്ച് പ്ലീറ്റ് മാത്രം ഉള്ളിൽ വരാവുള്ള അത്രയും വരുന്ന രീതിയിൽ ഞാനിപ്പം പ്ലീറ്റൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് യോക്ക് പോർഷൻ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ലൈനിങ്ങും സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ലൈനിങ്ങും പ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ലൈനിങ് അത്ര അടുപ്പിച്ച് പ്ലീറ്റ് ഇടേണ്ട ആവശ്യം വരാറില്ല, അത്രയും പ്ലീറ്റ് കിട്ടത്തുമില്ലല്ലോ. നമ്മുടെ എന്താ പറയുക, ഇച്ചിരി അകത്തി പ്ലീറ്റ് ഇട്ടാലല്ലേ എല്ലാം ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. ലൈനിങ് അത്രയും വണ്ണത്തിലെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇത്രയും സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബാക്ക് പോർഷനും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ബാക്ക് പോർഷൻ. ഇനി ഒരു വള്ളി അടിച്ചെടുക്കാവുന്നുള്ളൂ. വള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും, കുട്ടികളാകുമ്പോഴത്തേനും ഷേപ്പ് ചെയ്ത് നമുക്ക് കെട്ടാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇനി അതിൻ്റെ 2 സൈഡിൽ ഒരു നമ്മുടെ നേരത്തെ എടുത്ത അളവ് തന്നെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ഇപ്പം ഉള്ളിൽ വൺ സൈഡ് വള്ളി വെച്ചു, ഇപ്പറേ സൈഡ് വള്ളി വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു അടിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് വള്ളിയുടെ കാര്യം ഓർത്തത്. പിന്നെ അത് അഴിച്ചു പെറുക്കി എപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്, ഈ വള്ളി വെക്കുക എന്നുള്ളത്. വള്ളിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ വെച്ച് കൊടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ അത് അഴിച്ച് വള്ളിയൊക്കെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ മെയിൻ പാർട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് തുണി കുറവോ കൂടുതലോ അതിനനുസരിച്ച് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എ ലൈൻ ടോപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബോ സെറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. അതെല്ലാം നമ്മുടെ മനോഹിതം പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മളിപ്പോൾ എത്ര സിമ്പിളായിട്ട് ഞാൻ സത്യം പറഞ്ഞ് 1 ഹവറിനുള്ളിൽ ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് മോളിട്ടിട്ടുള്ള പിക്ക് വന്നിട്ടുള്ളത്, പിക്കല്ല വീഡിയോ വന്നിട്ടുള്ളത്. കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ആ ബോ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാൾ കൂടി കോട്ടൺ ഫ്രോക്കുകൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ചൊറിച്ചിലൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വെയർ ചെയ്യാവുന്ന ഫ്രോക്ക്, പെട്ടെന്ന് എടുത്തിട്ടിട്ട് ഒന്ന് ടൗണിൽ പോകണമെങ്കിൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്ന, ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ ഇത് സ്റ്റെപ്പ് ഫ്രോക്കായിട്ട് നമുക്ക് ചെയ്യാം. 3 ലെയറിൽ 4 ലെയറിൽ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും, ഫുൾ ഗൗണായിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ കമൻസും ലൈക്സൊക്കെ ആയിട്ട് പോരട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടണേ.